ഹലോ ഗേസ്, നിങ്ങളൊക്കെ ഇതൊന്ന് കണ്ടു നോക്കുക. ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു സാധനം എങ്ങനെ വലുതാകുന്നത് എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മളിങ്ങനെ കാണാനായിട്ട് പോകുന്ന ആ ഒരു സംഭവമാണ്. ഞാൻ കണ്ട് അന്തം വിട്ടുപോയൊരു സംഭവമാണ് ഗേസ്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്നൊരു തോന്നൽ വന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നോർമലായിട്ടുള്ളൊരു പപ്പടമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമലായിട്ടുള്ളൊരു പപ്പടം, അത് കാണുന്നില്ല, എൻ്റെ കയ്യിൽ കാണുന്ന പോലെ തന്നെ വളരെ ചെറിയ ഒരു പപ്പടമാണ്. പക്ഷേ ഞാനത് എണ്ണയിലേക്ക് ഇട്ട് വരുമ്പോൾ അത് വലുതായി വരികയാണ്. എൻ്റെ ഫ്രൈ പാനിൻ്റെ അത്ര വലുപ്പം ഈ പപ്പടത്തിന് വരികയാണ്. അപ്പം ഞാനിത് എന്തൊരു സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണേയില്ല. അന്ന് ഈ പപ്പടം ഒരിക്കൽ പോലും കൊമളച്ച് വരുന്നില്ല, ഒരു ബലൂൺ പോലെ ആവില്ല, അങ്ങനെ ആവണില്ല. പക്ഷേ വട്ടം അങ്ങനെ കൂടി വരികയാണ്. ഇതെങ്ങനെയാണ് കേസ് ഇങ്ങനെ ചെറിയൊരു പപ്പടം ഇത്ര വലുതായി വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എങ്ങാനും ഇതിൻ്റെ ഗുട്ടൻസ് വല്ലതും അറിയുകയാണെങ്കിൽ നിങ്ങൾ എനിക്കും കൂടെ പറഞ്ഞു തരണം. അടിപൊളിയായിട്ടുണ്ട്, എന്തായാലും അടിപൊളി പപ്പടമായിരുന്നു. എന്നാലും ഇതൊരു വലിയൊരു അത്ഭുതമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. വലിയ പപ്പടം ഇങ്ങനെ വലുതായി കാണാറുണ്ട്, പക്ഷേ ചെറിയ പപ്പടം ഇട്ടിട്ട് അത് വലുതായി വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്. ഇത് നോക്കുക ഗൈസ്, ഞാൻ പറയണത് വെറുതെ അല്ല. ഇത് കണ്ടില്ലേ, ചെറിയൊരു പപ്പടം സാധാ. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കൊമളച്ചും വരുന്നില്ല. ഇതെന്താണ് ഇതിന് പറ്റിയിട്ടുള്ളത് ഈ പപ്പടം? അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പപ്പടം സാധാ ലെവലിലേക്ക് തന്നെ ചെറുതായിട്ടും വരുന്നുണ്ട്. വലുത് ചെറുതാവണം, ചെറുത് വലുതാവുന്ന, ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഈ പപ്പടം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് കണ്ടു നോക്കുക. ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് പറയണം. അപ്പം ഞാൻ ചോറല്ല, ഇന്ന് ചോറായിരുന്നില്ല, പുട്ട്, പപ്പടം, അതുപോലെ പഴമായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ അടിപൊളി ഒരു സംഭവമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള കിട്ടുന്ന പപ്പടങ്ങളെല്ലാതും ഇങ്ങനെയാണോ ആവുന്നത്, അതോ നോർമലി പോലെ? ഞാൻ നോർമലായിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളൂ. ഇതുപോലെയൊക്കെയുള്ള പപ്പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവണത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു പപ്പടമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുത് വലുതാവുന്ന ഒരു സംഭവം. ചെറുത് വലുതായി, വലുതായിട്ട് പിന്നെ വീണ്ടും ചെറുതായി, അങ്ങനെയാണ് ഈ പപ്പടം ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നത്. ഇതുപോലെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. നോക്കുക, എൻ്റെ ഫ്രൈ പാനിൻ്റെ അത്ര വലുപ്പത്തിൽ ഇത് വന്നതായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് സാധാരണ പോലെ തന്നെ ചെറുതായിട്ടും പോയി. ആദ്യം നമ്മൾ ഇട്ടപ്പോൾ അത് വലുതായി വന്നു, പിന്നെ അതിട്ടപ്പോൾ ചെറുതായി വന്നു. ഇതിപ്പോൾ എന്താണ് കേസ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പിടുത്തമില്ല. എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ വീട്ടിൽ പപ്പടമൊക്കെ ഇങ്ങനെ ആവുന്നുണ്ടോ, എങ്ങനെയാണുള്ളത് എന്ന് പറയുക, കമൻറ്റ് ചെയ്യുക.